ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബിറ്റ്കോയിനെ കുറിച്ചാണ്. ക്രിപ്റ്റോകറൻസി, ബിറ്റ്കോയിൻ അല്ല, ക്രിപ്റ്റോകറൻസിയെ കുറിച്ച്. രാജ്യത്തിന്റെ സാമ്പത്തിക രംഗം ശക്തിപ്പെടുത്തുന്നതിനായി റിസർവ് ബാങ്ക് ഓഫ് ഏറ്റവും ന്യൂനത കാൽവെപ്പായി ഡിജിറ്റൽ കറൻസിയെ സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി CBDC വിലയിരുത്താം. ഇനിയുള്ള കാലം ഒരു പക്ഷേ പേപ്പർ കറൻസികളുടെ ഇതിൽ നിന്ന് മാറി ഡിജിറ്റൽ കറൻസിയുടെ യുഗത്തിലേക്ക് തന്നെ രാജ്യം സാക്ഷ്യം വഹിക്കുമെന്നു കരുതപ്പെടുന്നത്. കറൻസികളുടെ വിനിമയം ഇന്ത്യയിൽ ആരംഭിച്ചത് 1800കളിലാണ്. ബാർട്ടർ സീഡനത്തിന്റെ നൂതനകളും സമൂഹത്തിന്റെ വികസനങ്ങളുമൊക്കെ കണക്കിലെടുത്തപ്പോൾ ക്രിയാവിക്രയത്തിനായി കറൻസികൾ തന്നെ വേണ്ടിവരുന്ന അവസ്ഥ സംയോജനമായി അവിടെ നിന്നുകൊണ്ട് കറൻസികൾ അരങ്ങുവാണ്. നോട്ടുകെട്ടുകളും നാണയങ്ങളുമൊക്കെ നമ്മുടെ കൈകളിലൂടെ പാറിപ്പറന്ന് നടന്നു. ഭാരതീയ റിസർവ് ബാങ്ക് ഓഫ് കറൻസി നിർമ്മിക്കുന്നതിന് പുറപ്പെട്ടു വിൽക്കുന്നതിനുമുള്ള അധികാര കേന്ദ്രമായി മാറി. അതിനിടയിലും കള്ളനോട്ടുകളും നാണയങ്ങളുമൊക്കെ ഒരു വശത്തും കൂടി ഉണ്ടാക്കപ്പെടുകയും സമ്പദ് വ്യവസ്ഥയെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നുണ്ടായി. മൈ ചാനൽ സബ്സ്ക്രൈബ്, കോമെന്റ് ബോക്സിൽ കമന്റ് ചെയ്തിടുക, ലൈക്ക് അടിച്ച് ചാനൽ മോട്ടിവേഷൻ തരുക. ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്.